അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 12ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ 6ാം പാഠം മസായിലു ഷത്ത. ഇതാണ് പാഠത്തിൻ്റെ പേര്. ഈ പാഠത്തിലൂടെ അദദിനെക്കുറിച്ചാണ് പരിചയപ്പെടാൻ പോകുന്നത്. എന്താണ് അദദ്, അദദിൻ്റെ നിയമങ്ങൾ എന്താണ്, അതിൻ്റെ ഉദാഹരണങ്ങളും നമുക്ക് ഈ പാഠഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാം. പാഠഭാഗത്തിലേക്ക് കടക്കാം. വൽ മുതല്ലഖാത്തു യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന സലാസത ഖുറൂ. വിവാഹമോചിതർ 3 ശുദ്ധി വരെ പ്രതീക്ഷിക്കട്ടെ. വതൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ 9 നിസ്വ. 9 ഭാര്യമാർ ഉണ്ടായിരിക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. വൽ മുതവഫ അൻഹാ സൗജുഹ യതറബ്ബസു 4 അശ്ഹുരിൻ വ 10 അയ്യാം. ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ 4 മാസവും 10 ദിവസവും പ്രതീക്ഷിക്കട്ടെ. കഫാറത്തുൽ ഖത്ലി 100 ബഈരിൻ. കൊലയുടെ പ്രായശ്ചിത്തം 100 ഒട്ടകമാണ്. വലിസ്വലാത്തി 14 റുക്നൻ. നിസ്കാരത്തിനു 14 ഫർളുകളുണ്ട്. നിസ്വാബു സക്കാത്തി ദഹബി 20 മിസ്കാല. സ്വർണത്തിലെ സക്കാത്തിൻ്റെ കണക്ക് 20 മിസ്കാലാണ്, അഥവാ 85 ഗ്രാമാണ്. ഈ പാഠഭാഗത്തിൽ ചില അക്കങ്ങൾ കളറിൽ നൽകിയതായി നമുക്ക് കാണാം. അതിൽ ചിലത് മുദക്കറാണ്, ചിലത് മുഅന്നസാണ്. മുദക്കർ, മുഅന്നസ് എന്നിവയെ പരിഗണിച്ചു അദദിൻ്റെ പദങ്ങൾ 3 ഇനമാണ്. അവ ഏതൊക്കെയെന്ന് നോക്കാം. 1. മുദക്കറായ മഅദൂദിനോട് കൂടെ അദദിനെ മുഅന്നസാക്കും. മുഅന്നസായ മഅദൂദിനോട് കൂടി അദദിനെ മുദക്കറാക്കുകയും ചെയ്യും. 3 മുതൽ 9 വരെയാണ് ഇത്. ഉദാഹരണം: സബ്അ ലയാലിൻ, 7 രാത്രി. ഈ ഉദാഹരണത്തിൽ സബ്അ എന്നത് അദദാണ്. അതിനെ മുദക്കറായി ഉപയോഗിച്ചു. സബ്അത്ത് എന്ന് പറഞ്ഞില്ല. കാരണം ലയാലി എന്നത് മുഅന്നസാണ്. അതുകൊണ്ട് സബ്അ എന്നതിനെ മുദക്കറാക്കി ഉപയോഗിച്ചു. മറ്റൊരു ഉദാഹരണം: സമാനിയത അയ്യാമിൻ, 8 പകൽ. ഇതിൽ അദദായ സമാനിയത്തിനെ മുഅന്നസാക്കി. കാരണം അയ്യാമ് എന്നത് മുദക്കറാണ്. അതിൻ്റെ ഏകവചനം യൗമ് എന്നാണ്. യൗമ് എന്നത് മുദക്കറാണ്. അതുകൊണ്ട് തന്നെ അദദ് മുദക്കറാകുമ്പോൾ മഅദൂദ് മുഅന്നസും, മഅദൂദ് മുദക്കറാകുമ്പോൾ അദദ് മുഅന്നസാവുകയും ചെയ്യുന്നു. രണ്ടാമത്തെ രൂപം നോക്കാം. ചിലപ്പോൾ ഖിയാസിന് അഥവാ നിയമപരമായിട്ടുള്ള രീതിക്കാണ് ഇവിടെ ഖിയാസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഖിയാസിന് എതിരായും ചിലപ്പോൾ ഖിയാസിന് യോജിച്ചും വരുന്നത് അശ്റത്ത് എന്ന പദമാണ്. ഒരു രൂപം: അശ്റത്തിനെ മറ്റൊന്നിനോട് ചേർത്തിട്ടില്ലെങ്കിൽ അഥവാ മുറക്കബാക്കിയിട്ടില്ലെങ്കിൽ മഅദൂദ് മുഅന്നസാണെങ്കിൽ അദദിനെ മുദക്കറായും മഅദൂദ് മുദക്കറാണെങ്കിൽ അദദിനെ മുഅന്നസായും ഉപയോഗിക്കും. ഉദാഹരണം നോക്കാം. 10 നിസ്വത്തിൻ, 10 സ്ത്രീകൾ. ഇവിടെ നിസ്വത്ത് എന്ന മഅദൂദ് മുഅന്നസായപ്പോൾ അദദായ 10നെ മുദക്കറാക്കി. മറ്റൊരു ഉദാഹരണം: 10 റിജാൽ, 10 പുരുഷന്മാർ. ഇതിൽ റിജാലി എന്ന മഅദൂദ് മുദക്കറായപ്പോൾ 10 എന്ന അദദിനെ മുഅന്നസാക്കുകയും ചെയ്തു. അദദ് മുദക്കറാകുമ്പോൾ മഅദൂദ് മുഅന്നസായി, അദദ് മുഅന്നസാകുമ്പോൾ മഅദൂദ് മുദക്കറായി. ഈ രൂപത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി 10 എന്നതിനെ മുറക്കബാക്കിയാൽ അഥവാ മറ്റൊന്നിനോട് ചേർത്താൽ മഅദൂദ് മുദക്കറാണെങ്കിൽ അദദ് മുദക്കറാകും, മഅദൂദ് മുഅന്നസാണെങ്കിൽ അദദ് മുഅന്നസാകും. ഉദാഹരണം നോക്കാം. 13 ഇബ്നൻ, 13 ആൺമക്കൾ. ഇവിടെ മുറക്കബാക്കിയിരിക്കുന്നു. ഇബ്ന് എന്ന മുദക്കർ ആയപ്പോൾ, ഇബ്ന് മുദക്കറായപ്പോൾ 10 എന്നത് മുദക്കറായി. മറ്റൊരു ഉദാഹരണം: 14 ബിൻതൻ, 14 പെൺമക്കൾ. ഇവിടെ ബിന്ത് എന്നത് മുഅന്നസായപ്പോൾ 10 എന്ന അദദിനെ മുഅന്നസാക്കുകയും ചെയ്തു. അഥവാ
അതത് മുദക്കറാകുമ്പോൾ മഅദൂദും മുദക്കറായി, അതത് മുഅന്നസാകുമ്പോൾ മഅദൂദും മുഅന്നസായി. ഈ രൂപത്തിലാണ് ഇവിടെയുള്ള ഉദാഹരണങ്ങൾ. മൂന്നാമത്തെ ഇനം എപ്പോഴും ഖിയാസിനോട് യോജിച്ചു വരൽ. അത് വാഹിദ്, ഇസ്നാനി എന്നീ പദങ്ങളാണ്. ഉദാഹരണം നോക്കാം. ലഹു ഉഖ്തുൻ വാഹിദത്തുൻ, ലഹു അഖുൻ വാഹിദുൻ. ഇൻദഹു ത്വാലിബതാനി ഇസ്നതാനി, ഇൻദഹു ത്വാലിബാനി ഇസ്നാനി. ഇവിടെ അദദ് മുദക്കറാകുമ്പോൾ മഅദൂദ് മുദക്കറാകുന്നു, അദദ് മുഅന്നസാകുമ്പോൾ മഅദൂദും മുഅന്നസാകുന്നു. ഇതാണ് ഖിയാസിനോട് യോജിച്ചു വരുന്ന വാഹിദ്, ഇസ്നാനി എന്നീ പദങ്ങൾ. 10 വരെയുള്ള ഫായിലി എന്ന വസ്നും ഈ നിയമമാണുള്ളത്. 10 വരെയുള്ള ഫായിലി എന്ന വസ്നിനും ഇതേ നിയമമാണുള്ളത്. ഉദാഹരണം നോക്കാം. റുക്കുനുൻ ആഷിറുൻ, റുക്കുനുൻ റാബിഉൻ, റുക്കുനുൻ സാലിസുൻ. ഇവിടെ അദദ് മുദക്കറാകുമ്പോൾ മഅദൂദ് മുദക്കറായി വന്നു. അതിൻ്റെ ഉദാഹരണമാണ്. ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫായില് എന്ന വസ്നിന് 4 അവസ്ഥകളുണ്ട്. ഫായില് എന്ന വസ്നിൽ വരുമ്പോൾ അതിന് 4 അവസ്ഥകളുണ്ട്. ഒന്ന് അൽ ഇഫ്രാദു, ഇഫ്രാദാണ്, അഥവാ ഇലാഫത്ത് ചെയ്യാതിരിക്കൽ. ഉദാഹരണം സാനിൻ, ഇവിടെ ഇലാഫത്ത് ചെയ്യാതിരുന്നു, ഇഫ്രാദാക്കി വന്നു. 2 എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഏതൊന്നിൽ നിന്ന് പിടിക്കപ്പെട്ടോ ആ പദത്തിലേക്ക് ഇലാഫത്ത് ചെയ്യൽ. ഉദാഹരണം സാനിയസ്നൈനി, 2-ൽ ഒരാൾ. സാലിസ സലാസത്തിൻ, 3-ൽ ഒരാൾ. മൂന്നാമത്തെ രൂപം താഴെയുള്ള അക്കത്തിലേക്ക് ചേർക്കൽ. 2 അക്കങ്ങൾ വന്നാൽ താഴെയുള്ള അക്കത്തിലേക്ക് ചേർത്ത് വരും. ഉദാഹരണം സാലിസു ഇസ്നൈനി, 2-നെ 3 ഇവിടെ താഴെയുള്ള അക്കത്തിലേക്ക്, ഇസ്നൈനി എന്ന താഴെയുള്ള അക്കത്തിലേക്ക് ചേർത്തു. 4-മത്തെ രൂപം താഴെയുള്ള അക്കത്തിന് നസ്ബ് ചെയ്യൽ. റാബിഉ സലാസത്തൻ, 3-നെ 4 ഇവിടെ സലാസത്ത് എന്നുള്ളത് താഴെയുള്ള അക്കമാണ്, അതിന് നസ്ബ് ചെയ്തു. ഇനി മഅദൂദ് ബഹുവചനമാകുമ്പോൾ അദദിനെ മഅദൂദിലേക്ക് ഇലാഫത്ത് ചെയ്യും. മഅദൂദ് ബഹുവചനമാകുമ്പോൾ അദദിനെ മഅദൂദിലേക്ക് ഇലാഫത്ത് ചെയ്യും. ഉദാഹരണം സലാസത്തു ഖുറൂഇൻ, 3 ശുദ്ധി. ഇവിടെ മഅദൂദ് ബഹുവചനമായപ്പോൾ അദദിനെ മഅദൂദിലേക്ക് ഇലാഫത്ത് ചെയ്തു. ഇനി അൽഫ്, മിഅത്ത് എന്നിവ അവയുടെ തസ്നിയ, ജംഅ് എന്നിവയെയും മഅദൂദിലേക്ക് അഥവാ മുഫ്രദ് മഅദൂദിലേക്ക് ഇലാഫത്ത് ചെയ്യും. അൽഫ്, മിഅത്ത് എന്നിവയും അവയുടെ തസ്നിയ, ജംഅ് എന്നിവയെയും മുഫ്രദ് മഅദൂദിലേക്ക് ഇലാഫത്ത് ചെയ്യും. ഉദാഹരണം അൽഫു സനത്തിൻ, മിഅത്തു ബഈരിൻ. ഇവകളൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളായി നമുക്ക് കാണാം. ഇനി അശറത്തിനെ അഹദിനോട് കൂടെയോ അതിൻ്റെ മീതെയുള്ള 9 വരെയുള്ള സംഖ്യയോട് കൂടിയോ മുറക്കവാക്കപ്പെട്ടാൽ മഅദൂദ് മുദക്കറാണെങ്കിൽ അദദിൽ താഇനെ കളയും. മഅദൂദ് മുദക്കറാണെങ്കിൽ അദദിൽ താഇനെ കളയും. മഅദൂദ് മുഅന്നസാണെങ്കിൽ അദദിൽ താഇനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. ഉദാഹരണം നോക്കാം. ഇസ്ന അശറ വലദൻ, അഹദ അശറ റജുലൻ, ഇസ്നത അശറ ബിൻതൻ, ഇഹ്ദ അശറത നിസ്വതൻ. ഇനി ഇശ്റൂന എന്ന പദത്തിനു മുഫ്രദ് മൻസൂബ് കൊണ്ട് തമ്മീസാക്കിക്കൊണ്ട് വരും. ഇശ്റൂന എന്ന പദത്തിന് മുഫ്രദ് മൻസൂബ് കൊണ്ട് തമ്മീസാക്കിക്കൊണ്ട് വരും. 90 വരെ ഈ നിയമമുണ്ട്. ഉദാഹരണം ഇൻദഹു ഇശ്റൂന ദിർഹമൻ, ഇൻദഹു ഇശ്റൂന ദീനാറൻ. ഇനി അഹദ അശറ മുതൽ 19 വരെയുള്ളതിനെയും തമ്മീസാക്കിക്കൊണ്ട് വരും. അഹദ അശറ മുതൽ 19 വരെയുള്ള ഇവയെയും തമ്മീസാക്കി കൊണ്ടുവരും. ഉദാഹരണം നോക്കാം. റഅയ്തു അഹദ അശറ കൗക്കബൻ, 11 നക്ഷത്രം ഞാൻ കണ്ടു. മറ്റൊരു ഉദാഹരണം ലഹു 19
ലഹു 19 ദജാജത്തൻ, അവന് 19 കോഴിയുണ്ട്. നമുക്കൊരു ബൈത്ത് നോക്കാം. ജിഫിദ് കൂരി മിൻ സലാസത്തിൻ ഇല അശറത്തിൻ ബിത്താവ അമ്മല്ലിദ്ദുല. 3 മുതൽ 10 വരെയുള്ള മുദക്കറായ മഅദൂദിൻ്റെ അദദിൽ നീ തായിനെ കൊണ്ടുവരിക. മുഅന്നസാണെങ്കിൽ കൊണ്ടുവരരുത്. ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. അൽഫാദുൽ അദദി ബിഇഅ്തിബാരി തദ്കീരി വത്തഅനീസി സലാസത അഖ്സാമിൻ മാഹിയ. മുദക്കർ, മുഅന്നസ് എന്നിവ പരിഗണിച്ച് അദദിൻ്റെ അൽഫാദുകൾ 3 ഇനമാണ്. അവ ഏവ? 1. മാ യുഅന്നസു മഅൽ മഅദൂദിൽ മുദക്കരി വയുദക്കറു മഅൽ മുഅന്നസി. 2. മാ യുജിരി താറത്തൻ അല അഖ്സിൽ ഖിയാസി വ താറത്തൻ അലൽ ഖിയാമി. 3. മാ യജിരി അലൽ ഖിയാസി ദായിമ. ചോദ്യം 2. ലിവസ്നി ഫായിലിൻ 4 ഹാലാത്തിൻ മാഹിയ. ഫായിലി എന്ന വസനിന് 4 അവസ്ഥകളുണ്ട്. അവയേവ? 1. അൽ ഇഫ്റാദു. 2. അൻ യുലാഫ ഇലാ മാ ഹുവ മുസ്തഖുൻ മിൻഹു. 3. അൻ യുലാഫ ഇലാ മാ ദൂനഹു. 4. അൻ യൻസബ മാ ദൂനഹു. ചോദ്യം 3. യുലാഫുൽ അദദ ഇലാ 9 ഇലാമ. അദദിനെ 9 ഇലാഫത്ത് ചെയ്യും, ചേർക്കപ്പെടും. ഏതുവരെ? യുലാഫുൽ അദദു ഇലൽ മഅദൂദിൻ. യുലാഫുൽ അദദു ഇല മഅദൂദിൻ. ചോദ്യം 4. യുമയ്യിസു 20 ബിമ. 20 എന്നതിനെ തമ്മീസാക്കപ്പെടും എന്തുകൊണ്ട്? ബിമുഫ്രദിൻ മൻസൂബിൻ. ചോദ്യം 5. യുലാഫു മിഅത്തുൻ ഇലാമ. മിഅത്തിനെ ചേർക്കപ്പെടും എന്തിലേക്ക്? യുലാഫുൽ മിഅത്ത ഇൽ മുഫ്രദിൽ മഅദൂദി. നമുക്ക് ചില തെറ്റിനെ ശരിയാക്കി കൊണ്ടുവരാം. റഅയ്തു 9 ബഖറത്തിൻ. ഇത് തെറ്റാണ്. ശരിയായ രൂപം റഅയ്തു 9 ബഖറത്തിൻ. രണ്ടാമത്തേത് ലഹു 14 ഗനമിൻ. ഇത് തെറ്റാണ്. ശരിയായ രൂപം ലഹു 14 ഗനമൻ. 3. സുംതു 3 അയ്യാമിൻ. ഇത് തെറ്റാണ്. ശരിയായ രൂപം സുംതു 3 അയ്യാമിൻ. 4. ഇസ്തഗ്ഫർതു 100 മറാത്തിൻ. ഇത് തെറ്റാണ്. ശരിയായ രൂപം ഇസ്തഗ്ഫർതു 100 മറത്തിൻ. നമുക്ക് ചില ഭാഗം അറബിയിൽ എഴുതി പൂർത്തിയാക്കാം. ലിൽ വുളൂഇ 6 ഫുറൂദിൻ. ലിസ്വലാത്തി 14 ഫർളൻ. ലിസ്സൗമി ഫർളാനി.